ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ നടത്തറ മൈനർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഫ്രൂട്ട് ഫാം ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇതിൻ്റെ പേരും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. വാലിയൻസ് ഫ്രൂട്ട് ഫാമാണ്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മാമൻ്റെ വീട് അടുത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അന്ന് വന്നപ്പോൾ ഇത് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഓണറിനെ കിട്ടിയിട്ടുണ്ട്. ആൾ നല്ല ബിസിയുള്ള ആളാണ്. കാരണം ഈ കുറേ വിദേശ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കയറ്റുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി പാക്കിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെയല്ല ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് വന്നല്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നല്ല വെയിലുമാണ്. അതുകൊണ്ട് എത്രമാത്രം ഇത് ക്ലാരിറ്റിയോട് കൂടി വീഡിയോസ് നമുക്ക് കിട്ടുമെന്നറിയില്ല. എന്തായാലും ചെറിയ രീതിയിലൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്, ജാക്ക് ഫ്രൂട്ടാണ്. ഇതിൻ്റെ മുള്ളൊക്കെ കറുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചോളയൊക്കെ നല്ല ഓറഞ്ച് കളറിലാണ് പറയുന്നത് കേട്ടോ. അതുപോലെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അരക്കുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ പിന്നെ ചക്കയുടെയൊക്കെ പോണക്ക് അത്ര ഒട്ടി പിടിക്കുന്ന പശയല്ല. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കളയുമ്പോൾ അത് പൊക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ഇടവഴിയൊക്കെ കണ്ടോ, തേനീച്ചയുടെ ബോക്സ് വെച്ചാണ് വൈറ്റ് ഷീറ്റിട്ട് മൂടിയേക്കുന്നത്. തേനീച്ചയുടെ ബോക്സാണ് കേട്ടോ. തേനീച്ച വളർത്തുന്നുണ്ട്. തേൻ ഉൽപ്പാദനം ഉണ്ട് കേട്ടോ ഇവിടെ. അത് വൻതേനും ചെറുതേനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ജാക്ക് ഫ്രൂട്ടാണ്. ആക്ച്വലി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനൊരു ബാഡ് സ്മെല്ലുണ്ട്. പിന്നെ ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. കുറേ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൻ്റെ ഇടവഴിയൊക്കെ. മിക്സ് ചെയ്താണ് ഇതിൻ്റെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു ജാക്ക് ഫ്രൂട്ടാണ്. ഇത് മലേഷ്യൻ ചക്കയാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി കാറ്റത്ത് എങ്ങാണ്ട് പ്ലാവിൻ്റെ ഒരു പോർഷൻ അടർന്ന് വീണിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ കിടക്കുന്നത്. അതേപോലെ കണ്ടോ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാഴകളുണ്ട് ഇവിടെ. പല തരത്തിലുള്ള. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്സ് അധികം കാണാൻ പറ്റുന്നില്ല. എന്നാലും കുറേയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഹാർവെസ്റ്റിംഗ് ടൈമല്ല, ആക്ച്വലി ഫ്ലവറിങ് ടൈമാണ്. അതാണ് കേട്ടോ. ഇതുണ്ട്. ഇനി കുറേ സപ്പോർട്ടയുടെ ഒരു ഏരിയയാണ്. ഇതൊക്കെ ഒരു മീഡിയം സൈസ് വരുന്നതൊക്കെയാണ്. അത് പല വെറൈറ്റിയാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഡാർക്കൻ, അതുപോലെ വൈറ്റ് സപ്പോർട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പേരൊന്നും എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ എല്ലാം കേട്ടിങ്ങനെ പോയി. ഇത് കണ്ടോ, ഇതൊരു വലിയ ബംബ്ലൂസിൻ്റെ ഒക്കെ അത്രയും വലിപ്പം വരുന്നൊരു സപ്പോർട്ടയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്വീഡൊക്കെ ബ്ലാക്ക് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നല്ല വെയിറ്റ് വരുന്ന ഏറ്റവും വലുതായിട്ടുള്ള ഒരു സപ്പോർട്ടയാണത്. ഓക്കെ, അതുപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെറിപ്പഴത്തിൻ്റെ ചെടി കാണാൻ പറ്റി. ഇതിപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫാം നമുക്ക് വിസിറ്റ് ചെയ്യാം. അതേപോലെ അതിന് പ്രത്യേകിച്ച് ക്യാഷൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുണ്ടോ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുള്ളില്ല കേട്ടോ. ആ ചേട്ടൻ കണ്ടോ, അതൊക്കെ തൊട്ട് കാണിക്കുന്നുണ്ട്. ഒട്ടും മുള്ളില്ലാത്ത ടൈപ്പ് പൈനാപ്പിളാണ്. അതുപോലെ നോർമലായിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ ഉണ്ട്. അതൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ വാഴകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി 3 ഏക്കറോളം ഉണ്ട് ഈ ഫ്രൂട്ട് ഫാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നല്ല ഹാർവെസ്റ്റിംഗ് ടൈമിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അധികം എന്താ പറയുക, ചിലവൊന്നും ഇല്ലാതെ വന്ന് കാണാൻ പറ്റുന്നൊരു കൃഷിയോടും അതുപോലെ ഇങ്ങനെ ഫ്രൂട്ട്സിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് അബിയു നിൽക്കുന്നുണ്ട് കേട്ടോ. ആ വലയിട്ട് നിർത്തിയേക്കുന്നതൊക്കെ അബിയു ആണ്. ഇത് ആറ്റുനേന്ത്രം എന്ന് പറഞ്ഞൊരു വെറൈറ്റി നേന്ത്രപ്പഴമാണ്. അതിൻ്റെ ആ കാ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പാണ് അതിൻ്റെ അറ്റം, കുറച്ചിങ്ങനെ വളഞ്ഞ് വന്നത്. ഇത് കണ്ടോ, ഇത് നോർമലായിട്ടുള്ള സാധാരണ ടൈപ്പ് പൈനാപ്പിളാണ്. ഇത് ഒരു സ്പ്രിംഗ് പേരയ്ക്കയാണ്. സ്പ്രിംഗ് പേരയ്ക്ക എന്നാണ് ചേട്ടൻ പറഞ്ഞത്. വളരെ ചെറിയ പേരയ്ക്കാണ്. ആക്ച്വലി ഇത് കണ്ടാൽ അതൊരു പേര ഞാൻ തോന്നത്തേ ഇല്ല. കാരണം ആ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പേര ഞാൻ തോന്നത്തില്ല. പക്ഷേ സ്പ്രിംഗ് പേരയ്ക്ക എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും വേറൊരു ടൈപ്പ് പേരയ്ക്കയാണ് കേട്ടോ. ഇവിടെ ജപ്പാൻ ഗുവാവ, അതുകൊണ്ട് തന്നെ തായ്ലൻഡ് പേരയ്ക്ക, അങ്ങനെ കുറേ പറഞ്ഞു കേട്ടോ. അബിയു നന്നായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അബിയു ഞങ്ങൾക്ക് ഒരെണ്ണം പൊട്ടിച്ച് വന്നു. ഞാൻ എന്തായാലും 1 കിലോ അബിയു വാങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഒരു വെറൈറ്റി മൾബറിക്കയാണ്. കണ്ടോ, നീളമുള്ള മൾബറിക്ക. ഇത് ഒരു മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. അടിപൊളിയാണ് ഗൈസ്. കുറേ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ട് അവിടെ. ഇത് നമ്മുടെ ജാതിക്ക, സാധാ ജാതിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഒരു സെക്ഷൻ, ഇതാണ് അമ്പഴങ്ങ. അമ്പഴങ്ങയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. അച്ചാറൊക്കെ ഇടുന്നതാണ്.
ഇത് പിന്നെ ഒരു വെറൈറ്റി പ്ലാവാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടൻ പറഞ്ഞു ഏകദേശം ഈ വർഷം 750ഓളം കിലോ ഇത് വിറ്റു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വന്നേക്കുവാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം കണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും കേട്ടോ. നമുക്കിതിന് തൈ വാങ്ങാം. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രഷായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. വിഷരഹിതമായിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഇത് വൈറ്റ് ഞാവൽ, വെള്ള കളറുള്ള ഞാവൽപ്പഴമാണ് കേട്ടോ. അത് പൂവിട്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ വെറൈറ്റി ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. പേരുകൾ തന്നെ മറന്നുപോയി. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെറിപ്പഴം. ഇത് ബ്ലാക്ക്ബെറിയാണ് കേട്ടോ. ആക്ച്വലി ബ്ലാക്ക്ബെറിയാണ്, പഴുത്തിട്ടില്ല, പച്ചയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അത് മൂത്ത് വരുന്നുള്ളൂ, നല്ല കളറാവും പഴുത്ത് വരുമ്പോഴത്തേക്കിനും. അപ്പോൾ ബ്ലാക്ക്ബെറിയൊക്കെ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നനയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. തടമെടുക്കേണ്ടതിന് തടമെടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ് ഗൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് കണ്ടോ, കവുങ്ങാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് രണ്ടെണ്ണം. അത് ആക്ച്വലി ഇതിൻ്റെ എൻട്രൻസ് തല്ലാണ്, എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് എടുത്താണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.